2,24,100 രൂപ പ്ലസ് DA 223% കഴിഞ്ഞ സ്കെയിലിൽ ഈ പറയുന്ന DA എന്ന് പറയുന്നത്. അത് ഈ കണക്കിന് കൊടുത്താൽ മുടിഞ്ഞു മുണ്ടക്കോലെടുക്കും എന്ന് നമ്മൾ പറയുമല്ലോ, ആ നിലയ്ക്ക് പോകും. അതെന്തായാലും ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നിലയ്ക്ക് പറയുകയാണെങ്കിൽ 54% DA. അത് ഇതുവരെ സർക്കാർ നിശ്ചയിച്ചിട്ടില്ല എത്ര വേണമെന്നുള്ളത്. ഇനി 223 ആകുമോ എന്നുള്ളത് നമ്മൾ അട്ടം നോക്കിയിരുന്ന് കണ്ടുപിടിക്കേണ്ടതുമാണ്. എന്നിരുന്നാലും ഈ കണക്കിന് പണം എടുത്തു കൊടുക്കാൻ കഴിയുന്ന എന്ത് സാഹചര്യമാണ് സർക്കാരിനുള്ളത്? ഈ പറഞ്ഞ DA മറിച്ച് ചെയ്ത ശമ്പളമാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ DA ഒന്നും അവർക്കില്ല. പിന്നെ ശമ്പള വർധനവ് നേരത്തെ ഇവിടെ മധു തന്നെ പറഞ്ഞതുപോലെ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇതിന്റെ PSC നിലവിൽ വന്ന തന്നെ ആർട്ടിക്കിൾ 315 അനുസരിച്ചാണ് കേരള PSC വരുന്ന 1957 ആർട്ടിക്കിൾ 323 നിലവിൽ വരുന്നത്. അപ്പോൾ ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഇതിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് യഥാർത്ഥത്തിൽ PSCയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഇപ്പോഴുള്ള നിയമങ്ങളൊന്നുമല്ല. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 PSC ആക്ട് എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്യുന്നത്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേയുള്ള നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അതിനെ തുടർന്നാണ് ആർട്ടിക്കിളിൽ ഇത് വരികയും PSC നിയമിക്കുകയും ചെയ്തത്. അതുപോലെ തന്നെ ശമ്പള കമ്മീഷൻ അവർക്ക് സെൻട്രൽ സെക്രട്ടറിയേറ്റ് ബന്ധപ്പെട്ട് അതിന് ആനുപാതികമായിട്ടുള്ള ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണം പറഞ്ഞു. ഇപ്പോൾ വർഷങ്ങളായിട്ട് ശമ്പള പരിഷ്കരണം അവർക്ക് നടപ്പിലാക്കുന്നില്ല. കുറെ അധികം വർഷങ്ങളായിട്ട് അവർ ശമ്പള പരിഷ്കരണം ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണ്. ആശാ വർക്കേഴ്സിന്റെ കാര്യത്തിൽ ഒരുപാട് അവർക്ക് വളരെ തുച്ഛമായ വേതനമാണ് അവർക്ക് ലഭിക്കുന്നത്. മറ്റു പല മേഖലകളിലും റേഷൻ കടക്കാരുടെ കാര്യം പറഞ്ഞിരുന്നു. അതുപോലെ കാരുണ്യ സ്കീമിനെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. പക്ഷെ ആ സാമ്പത്തിക പ്രതിസന്ധികളും ഇതുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്തു പോരുന്നു. കാരണം ഇത് 20 പേരാണ്, ഇവിടുത്തെ 21 പേരാണ് ചെയർമാൻ ഉൾപ്പെടെ അംഗീകരിച്ചിരിക്കുന്ന PSC മെമ്പർമാരുടെ എണ്ണം. അവർക്ക് ശമ്പളം കൂടാന്ന് പറഞ്ഞാൽ 1 ലക്ഷം 1.5 ലക്ഷം കൂടുമ്പോൾ ഒരു മാസം ഉണ്ടാകുന്ന അധിക ചെലവ് എന്ന് പറയുന്നത് 2-3 കോടി. അത് നമ്മുടെ ബജറ്റുമായിട്ട് കണക്കൂട്ടുമ്പോൾ അത് തുച്ഛമായൊരു തുകയാണ്. പക്ഷെ നമ്മൾ പുറത്ത് പറയുമ്പോൾ 1.5 ലക്ഷം രൂപ ഹൈക്ക് എന്ന് പറയുന്നത് വലിയൊരു തുകയാണ്. മൊത്തത്തിലെടുക്കുമ്പോൾ ആ തുക എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തിക ബജറ്റുമായിട്ട് നോക്കുമ്പോൾ നേരിയ തുകയാണ്. നമ്മുടെ സാമ്പത്തിക ബാധ്യതയെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ എങ്കിൽ പോലും ഞങ്ങൾക്ക് പലർക്കും ഈ വലിയൊരു ഹൈക്കിനെ കുറിച്ച് ഞങ്ങൾക്ക് പലർക്കും അതിനകത്ത് എതിർപ്പ് ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും വലിയൊരു ഹൈക്കിന്റെ ആവശ്യമില്ലായിരുന്നു. മാന്യമായ രീതിയിലൊരു ശമ്പള പരിഷ്കരണം അവരെയായിട്ട് 10 വർഷത്തിൽ കൂടുതലായിട്ട് ശമ്പള പരിഷ്കരണം ആവശ്യപ്പെടുന്നുണ്ട്. പല കാര്യങ്ങളും അവർ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ശമ്പള പരിഷ്കരണം എല്ലാ മേഖലയിലും നടപ്പിലാക്കാറുണ്ട്. 2021 കേരളത്തിൽ ഉദ്യോഗസ്ഥർക്ക് ഏറ്റവും വലിയ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയത് 2021 തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിട്ടുണ്ടപ്പോൾ ഏതാണ്ട് ഒരു ഉദ്യോഗസ്ഥന് 5,000 രൂപ മുതൽ 25,000 രൂപ വരെ അന്ന് ശമ്പള വർധന. കഴിഞ്ഞ 2 ശമ്പള പരിഷ്കരണമാണ് കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടലിടിച്ചു പൊട്ടിച്ചത്. നമുക്ക് ഒരു സംശയവുമില്ലാതെ പറയാൻ കഴിയുന്ന ഒന്നാണ്. തർക്കമില്ലാത്ത കാര്യമാണ്. അതും കോവിഡ് കാലത്ത് 2021 നമുക്ക് അറിയാവുന്നതാണ്. കോവിഡ് കാലത്ത് മുക്തമായി വരുന്ന ഒരു ഇക്കണോമിയെ ഒരു സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിനെ അപ്പാടെ നേരത്തെ പറഞ്ഞതുപോലെ മുടിപ്പിച്ച ഒരു ശമ്പള വർധനയായിരുന്നു അത്. ഇതൊക്കെ സർക്കാർ ജീവനക്കാരുടെ അധികാരം, അവകാശം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയും. ഇത് 6 വർഷമാണ് മാക്സിമം സർവീസ് എന്ന് പറയുന്നത്. ഈ സർവീസിൽ നിന്ന് ഇറങ്ങിന്റെ പിറ്റേ മാസം തൊട്ട് പെൻഷൻ കിട്ടി തുടങ്ങും. ഈ പെൻഷന്റെ റേറ്റ് എന്താണെന്ന് നമുക്കറിയാവുന്ന 45% അടിസ്ഥാന ശമ്പളത്തിന്റെ 45% പെൻഷനായി കിട്ടുന്നത്. പിറ്റേ മാസം മുതൽ പെൻഷൻ കിട്ടും. ഇനി 6 വർഷം ഇരിക്കണമെന്നുണ്ടോ? അതുമില്ല. ഈ കണക്കിന് ഇഷ്ടക്കാരെ തീറ്റിപ്പോറ്റാനുള്ള വെള്ളാനകളെ സർക്കാർ തൊഴുത്തിൽ ആകെ കെട്ടിവെച്ചിരിക്കുന്നത് എന്തൊരു അന്യായമാണ്. അല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ PSC മെമ്പർമാരെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് നിയമിക്കുന്നെങ്കിലും സംസ്ഥാന ഗവൺമെന്റിന്റെ നിയമപരിധിയിൽ വരുന്നതല്ല. ഇത് കേന്ദ്ര നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. ആ നിയമം അനുസരിച്ച് എല്ലാ UPSC വേണം, അരുണാചൽ പ്രദേശ് ഒഴികെ ബാക്കി എല്ലാ നിയമങ്ങളിലും പണ്ട് മുതലേ ആ നിയമം ബാധകമാണ്. ഇത്ര PSC മെമ്പർമാർ വേണം എന്നൊക്കെ അവിടെ നിയമമുണ്ട്. പിന്നെ ഗവൺമെന്റ് നമ്മുടെ നാട്ടിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ കണക്കിന് PSC മെമ്പർമാരുണ്ടോ? അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല, നമുക്കാണ് ഇരിക്കുന്നത് ഈ എടുത്തു കൊടുക്കാൻ. അല്ല, അതിനകത്ത് ഒരു വ്യത്യാസം കൂടെ മാധവ്. ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ഏറ്റവും കൂടുതൽ ആൾക്കാരെ നിയമിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ്. അത് വ്യക്തമായ കണക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പുറത്തുവിട്ടൊരു കണക്കാ പറയുന്നത് 2024 ജാനുവരി മാസം 20-ാം തീയതി പുറത്തുവിട്ടൊരു കണക്കുണ്ട്. UPSCയുടെ കണക്കനുസരിച്ച് ഈ കാലയളവിൽ 27 സംസ്ഥാന PSCകൾ നടത്തിയ 60,888 നിയമനങ്ങളിൽ 28,730 എണ്ണവും കേരളത്തിലാണ്. 42.95. ബംഗാളിൽ 8,000, UP-യിൽ 7,200. ആദ്യം 25 കോടി ജനങ്ങളുള്ള UP-യിൽ നടത്തി വെറും 7,200 പേരുടെ നിയമനമാണ്. ഇവിടെ ഉള്ളത് 3.5 കോടിയാണ്. ഇത് UPSC വിട്ടിരിക്കുന്ന കണക്ക് ഞങ്ങളുടെ അല്ല. ഇത് ഇംഗ്ലീഷ് പത്രത്തിലും മലയാള മനോരമ, മാതൃഭൂമി ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ വന്ന കണക്കാണ്. അപ്പൊ ഏറ്റവും PSC നിയമനങ്ങൾ നടക്കുന്നത് കേരളത്തിലാണ്. അതുപോലെ തന്നെ ഇവിടെ 1,762 തസ്തികകളിലേക്കാണ് ഇവിടെ അപേക്ഷിച്ചെടുക്കുന്നത്. വേറെ അങ്ങനെ അപേക്ഷ വിളിക്കാറില്ല. നമുക്കറിയാം മധ്യപ്രദേശിലൊക്കെ എന്താ ചെയ്ത് അവർ പ്രത്യേക ഏജൻസികളെ വെച്ചും വ്യാപം അഴിമതി നമുക്കറിയാം.
ഇങ്ങനെയുള്ള അഴിമതികൾ വഴിയാണ് അവിടെ കൂടുതൽ ആൾക്കാരെ നിയമിക്കുന്നത്. ഇങ്ങനെ ഒരു ന്യായീകരണം ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നിയമനം നൽകുന്നത് കേരള PSC ആണെന്നുള്ളത്. ഈ PSC അംഗങ്ങൾ നേരിട്ട് വട്ടമേശ കൂടിയിരുന്നിട്ടല്ലോ ഈ നിയമന സംവിധാനം ആകെ ഇതിന്റെ പരീക്ഷ പേപ്പർ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നതും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നതും എക്സാം എഴുതിക്കുന്നതും ഇതൊന്നും ഇതൊക്കെ കൃത്യമായ ഒരു സംവിധാനം അവിടെ ഉദ്യോഗസ്ഥരും അടക്കമുള്ള കാര്യങ്ങളുണ്ട്. മേൽനോട്ടത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ സംവിധാനമുള്ളത്. ഇനി അവിടെ പോകട്ടെ, 50% എന്ന് പറയുന്ന സർവീസിലിരിക്കുന്ന ആളുകൾ, ഈ മറ്റ് 50% ആളുകളോ ഇവർ ഇതൊക്കെ ചെയ്യാനുള്ള കൃത്യമായ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെന്ന് ഉറപ്പാക്കിയിട്ടാണോ ഈ സംവിധാനം ജോലിക്കെടുക്കുന്നത്? പെൻഷൻ പറ്റിയവരാണ് അല്ലെങ്കിൽ സർവീസിലുള്ളവരാണ്. അല്ലാതെ പുതിയ 8 പേരെ അതിനൂടെ ചർച്ചയൊക്കെ വന്നിരുന്നു. ഞങ്ങളൊക്കെ ചർച്ചയിൽ ബന്ധപ്പെട്ടതാണ്. അത് വേറെ ഒരു NCPയുടെ ഒരു നിയമനമായിട്ട് ബന്ധപ്പെട്ടാണ് 8 പേരെയും ഉദ്യോഗസ്ഥരെ എടുത്താൽ മതി തീരുമാനിച്ചു. ആ 21-ൽ 8 പേരെ നിയമിച്ചു. 8 പേരും ഗവൺമെന്റ്. അതെ, ഞാൻ മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞത്. ഈ 50% ശരി, നമ്മുടെ സർവീസിലുള്ളവർ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ. മറ്റുള്ളവർ, ഈ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആളുകളോ, അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഈ സംവിധാനം ആകെ കുറ്റമറ്റ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും മികച്ച കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാനും ഉതകുന്നവരാണെന്ന് ഉറപ്പുവരുത്തിയിട്ടുള്ള നിയമനമാണോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ക്വാളിഫിക്കേഷനെ കുറിച്ച് തീരുമാനിക്കേണ്ടത് കേന്ദ്ര നിയമമാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ കീഴിലാണ് വരുന്നത്. അവരുടെ ആകെ പറയുന്നത് എന്താ? ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട് ശ്രീ. ഞാൻ അങ്ങയിലേക്ക് വരാം.